ശ്രീ എം എൻ കാരശ്ശേരി, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നമുക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സാമൂഹ്യ വികാസത്തിൻ്റേത് എന്ന് ഒരർത്ഥത്തിൽ പറയാം. അതേസമയം തന്നെ ഉപരിതലമായ വികസനത്തിൻ്റെയും ഒക്കെ കാലമായിരുന്നു. ആ കാലത്ത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നമ്മൾ മുന്നോട്ട് എങ്ങനെ പോകണം, എഴുത്തിൻ്റെ ധാരയിൽ എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ ലോകത്തെ കാണണം എന്നൊക്കെ പഠിപ്പിച്ച കുറേ ആളുകളുണ്ടല്ലോ. ആ ശ്രേണിയിലെ അവസാനത്തെ ഒരാൾ നഷ്ടമാവുകയാണ്. അങ്ങ് എങ്ങനെ അനുസ്മരിക്കുന്നു? ഞങ്ങള് മലയാളം അധ്യാപകർക്ക് അന്തസ് വളർത്തിയ മലയാള അധ്യാപകരുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് സാനു മാഷ്. അതിലിപ്പോ മുണ്ടശ്ശേരി മാഷ്, അഴീക്കോട് മാഷ്, ഉത്തൻ നായർ മാഷ്, ലീലാവതി ടീച്ചർ, സാനു മാഷ്, അവർക്ക് അവർ മലയാള അധ്യാപകരാണ് എന്ന് ആലോചിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് മലയാളികൾക്ക് മൊത്തത്തിലും മലയാള അധ്യാപകർക്ക് വിശേഷിച്ചും അഭിമാനകരമാണ്. കാരണം ഇവിടുത്തെ എല്ലാ പുതിയ ചലനങ്ങളുടെയും കൂടെ നടന്ന ഒരാളാണ് സാനു മാഷ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ സഹോദരൻ അയ്യപ്പനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം എന്ന് പറയുന്നത്, അദ്ദേഹത്തിനിപ്പോ എന്റെ ധാരണ ശരിയാണ് 98-ാം വയസ്സിലാണ് മരിക്കുന്നത്, അല്ലേ? 97. അപ്പോ അദ്ദേഹം ഇവരുടെയൊക്കെ ജീവചരിത്രം എഴുതി. ഇപ്പോ ഉദാഹരണം പറഞ്ഞ നാരായണ ഗുരുസ്വാമി, മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ നാരായണ ഗുരുസ്വാമിയുടെ ജീവചരിത്രം സാനുമാഷ് എഴുതുന്നതാണ്. അതുപോലെ ശരിയാണ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കൊക്കെ ഒരു വലിയ തുടക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നായിരുന്നു. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ചെയർ, അല്ലെ, യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായ പുതിയ ചെയർ രൂപീകരിക്കുമ്പോൾ ആദ്യത്തെ ചുമതലയൊക്കെ അദ്ദേഹത്തിനായിരുന്നു. അല്ല, ഇപ്പോ സഹോദരൻ മാസിക വീണ്ടും റീപ്രിന്റ് ചെയ്യുമ്പോൾ ചെയ്യപ്പെടുത്തത് അദ്ദേഹമാണ്. നമ്മുടെ നാട്ടില് ഈ സഹോദരൻ അയ്യപ്പന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഇവിടെ എന്താണ് മിശ്ര വിവാഹം, എന്താണ് മിശ്ര ഭോജനം, അതൊക്കെ ഒരു നൂറ്റാണ്ട് മുമ്പ് 1917 ആയി പറയുന്നത്. അന്ന് അദ്ദേഹത്തിന് വലിയ ചീത്തപ്പേരായി. അദ്ദേഹം പൊലയൻ അയ്യപ്പൻ എന്നൊക്കെ പേര് നേടേണ്ടി വന്നു. അവരെ കൂട്ടി, പൊലയന്മാരെ കൂട്ടി ആഹാരം കഴിച്ച്. അപ്പോൾ അത്തരം വലിയ ചലനങ്ങളുടെ കൂടെ ഉള്ള ആളാണ് സാനു മാഷ്. അദ്ദേഹത്തിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ മലയാള ഭാഷയിലെ ജീവചരിത്ര കൃതികളിൽ പ്രധാനപ്പെട്ട പലതും സാനു മാഷ് എഴുതിയതാണ്. പിന്നെ അദ്ദേഹം എല്ലാവർക്കും അറിയുന്ന മാതിരി വലിയ നിരൂപകനാണ്, വളരെ വലിയ അധ്യാപകനാണ്. മഹാരാജ് കോളേജിലായിരുന്നു അദ്ദേഹത്തിന്റെ അധികാലവും അധ്യാപനം. അവിടെ വളരെ പ്രസിദ്ധന്മാരായ പണ്ഡിതന്മാരും കലാകാരന്മാരും നേതാക്കന്മാരായ അനവധി ആളുകൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് ഒരു വലിയ നഷ്ടമാണ് മലയാള ഭാഷയ്ക്ക്. ശരി, ഒരു വലിയ ഇടം, വലിയൊരു വൃക്ഷം വീഴുന്നു, അതിൻ്റെ ഇലകൾ കൊഴിയുന്നു, അത് ചരിത്രത്തിലേക്ക് മായുന്നു എന്ന് പറയുന്നിടത്തും അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരയും ശിഷ്യഗണവും അദ്ദേഹം എഴുതി വച്ചതും ഒക്കെ ഇപ്പോഴും വളരെ പ്രസക്തമായി തുടരുകയുമാണ്.